സംഖ്യാപുസ്തകം 24 അധ്യായം. ബാരക്കുമോർ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലേയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ച് ബിലേയാം തലയുയർത്തി ഇസ്രായേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടോ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് ബയോരിന്റെ മകനായ ബിലേയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു, യാക്കോബേ നിന്റെ കൂടാരം, ഇസ്രായേലെ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, അവന്റെ വിത്തിന് വെള്ളം ധാരധാരയായി. അവന്റെ അരച്ചൻ അഗാഗിലും ശ്രേഷ്ഠൻ, അവന്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികൾ അവനെ തിന്നുകളയുന്നു, അവരുടെ അസ്ഥികൾ അവനെ തകർക്കുന്നു. അസ്ത്രം എയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങി തുടങ്ങുന്നു. സിംഹിക്കണക്കത്തെ അവർ അവനെ ഉണർത്തും. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ ബാലാക്കിന്റെ കോപം ബിലേയാമിന്റെ നേരെ ജ്വലിച്ചു. അവൻ കൈഞ്ഞെരിച്ച് ബിലേയാമിനോട്, എന്റെ ശത്രുക്കൾ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിച്ചു, നീയോ അവന്റെ ഈ 3 പ്രാവശ്യം ആശീർവദിക്കയത്രേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക, നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് ബിലേയാം ബാലാക്കിനോട് പറഞ്ഞത്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്തിരിക്കുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് അവനെന്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ ഞാൻ നിന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് എന്തെന്നാൽ, ബെയാരാമിന്റെ മകൻ ബിലേയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു, ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും, അവനെ ദർശിക്കുന്ന അടുത്തല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിന് ഒരു ചെങ്കോൽ വരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കും, തൂലപുത്രന്മാരെ പോലെ ആകും, സംഹരിക്കുകയും ചെയ്യും. ഏദോം ഒരു അധീന ദേശമാകും, ശത്രുവായ സേയിരും അധീന ദേശമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കുകയും യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കൊഴിഞ്ഞു പോവുകയും അവൻ നഗരത്തിൽ നശിപ്പിക്കുകയും. അവന്റെ ആമാലാക്കിനെ നശിപ്പിച്ച സുഭാഷിതം ചൊല്ലിയത്, ആമാലാക്ക് ജാതികളിൽ മുമ്പൻ, അവൻ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, നിന്റെ നിവാസമുറപ്പുള്ളത് നിന്റെ കൂടെ പാറയിൽ വച്ചിരിക്കുന്നു, എങ്കിലും കേന്യ നിർമൂലനാശം ഭവിക്കും. അശൂർ നിന്നെ പിടിച്ചു കെട്ടുവാൻ എത്രേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്, ഹാ ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും. കത്തിയും തീരത്ത് നിന്ന് കപ്പലുകൾ വരും, അവ അശൂരിനെ താഴ്ത്തി ഏബേരിനെ താഴ്ത്തും, അവനും നിർമൂലനാശം ഭവിക്കും. അതിന്റെ ശേഷം ബിലേയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്ക് തന്റെ വഴി പോയി. ബാരക്കുമോ.